എല്ലാരും ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണ് വെള്ളം കൂടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ ഭൂമത്തിൽ ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നിട്ടില്ല. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ മുരളി കുന്നംപുറത്ത് ഒരു സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവുമാണ്. ജയസൂര്യ നായകനായ വെള്ളം എന്ന മലയാള ചലച്ചിത്രം ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഒരൊറ്റ സിനിമ കൊണ്ട് കേരളത്തില് എമ്പാടും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് മുരളി കുന്നംപുറം എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ. അതായത് വെള്ളം സിനിമയില് നമ്മുടെ ജയസൂര്യ അഭിനയിച്ച് കേരളത്തിൽ അത്രയും ഫേമസ് ആക്കിയ ഒരു വ്യക്തിയാണ് ഈ മുരളി കുന്നംപുറം. അറിയാലോ, അദ്ദേഹത്തിന്റെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു സിനിമ പിറക്കുന്നത്. അത് അത്യാവശ്യം നല്ല വിജയമാവുകയും ജയസൂര്യയുടെ അഭിനയത്തിന് ഒരുപാട് പ്രശംസ കിട്ടുകയും ചെയ്ത പടമാണ്. എന്നാൽ ആ വെള്ളം സിനിമയിലെ ഒരു ഘട്ടത്തില് ഇദ്ദേഹം തന്നെ, ഈ മുരളി കുന്നംപുറം എന്ന് പറയുന്ന ആ പുള്ളി തന്നെ അതിന്റെ നിർമ്മാതാവ് കൂടി ആവേണ്ട ഒരു അവസ്ഥ വന്ന് പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവിച്ച ട്രാജഡി, ഇത് പറയാൻ കാരണം അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ഉണ്ട് ഒരു ലൈവില്. അപ്പൊ ആ വീഡിയോ നമുക്ക് കേൾക്കാം. അതിനു മുമ്പായിട്ട് അദ്ദേഹം 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. അതുകൂടാതെ സുമതി വളവ് എന്ന് പറയുന്ന ഒരു പടവും വേറെ ഒരു പടവും ചെയ്ത്, അപ്പം ആ 2 പടത്തിനകത്ത് ഇദ്ദേഹത്തിന് നല്ലൊരു ബാധ്യത വന്നു ഭവിച്ചു. സിനിമ അറിയാത്ത ഒരാൾ സിനിമ എടുക്കാൻ വന്നു കഴിഞ്ഞാല് അവൻ, ചിലരൊക്കെ രക്ഷപ്പെടും കേട്ടോ, ചിലർ ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു മാസം കേരളത്തിൽ എത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതിൽ എത്ര സിനിമ വിജയിക്കുന്നുണ്ട്, എത്ര സിനിമ വിജയിച്ചിട്ട് പ്രൊഡ്യൂസറിന് മുടക്കുമുതൽ തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ പലരും സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ പറയുന്ന യൂട്യൂബ് ഇന്റർവ്യൂ ഒക്കെ ഞാൻ കാണുമ്പോഴതിനകത്ത് പലരും പറയുന്നുണ്ട് സിനിമ അറിയാത്തൊരു വ്യക്തി സിനിമ നിർമ്മാതാവാകാൻ വരല്ല് എന്നുള്ളത്. കാര്യം സിനിമയിൽ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സിനിമ എന്ന് പറയുന്ന മേഖല. അപ്പൊ നമുക്ക് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം, ശേഷം സംസാരിക്കാം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കയറ്റി വെച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാണ്ടായി. അഖിലേഷ്, തോട്ടടക്കാരൻ അഖിലേഷ് എന്നെ പരിചയപ്പെടുത്തിയത്, കാലിക്കറ്റിനോട് പോകൽ സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറേ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറേ പൈസ പോയി, കമ്പനിക്കാർ കുറേ പൈസ കൊടുക്കാറുണ്ട്. അതിനിടയ്ക്ക് സിനിമയെടുത്തു വെള്ളം. അത് അവസാനം എൻ്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത് നദികളെ സുന്ദരി യമുന, ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ, ഈ 2 ആളും കള്ളം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ അടുക്ക വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അതാണ് ഇതാണ്. നമ്മൾ അങ്ങനെ ആ സിനിമ എടുത്തു. അതിന് 2 കോടി നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവർ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായ ഒന്നും അല്ലായിരുന്നു എന്ന്. ഇതൊക്കെ നമ്മളോട് കട പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ 3ാമത് സുമതി വളവ്. എല്ലാവരും വിചാരം പടം സിനിമ ഭയങ്കര വിജയമാണ്. ഇത് ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കും. എന്റെ മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ട് കൊതി തന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ കാരണം 7 കോടിയോടെ നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ ഭൂമത്തിൽ ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നിട്ടില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ എന്നെ കടക്കാതെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടി എന്നെ പറ്റുന്നില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ട് എന്നെല്ലാരും ചതിച്ചു, എല്ലാരും പറ്റിച്ചു, എന്നിങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞ അവനൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവന് ഡയറക്ഷനൊന്നും അറിയില്ല, എല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരും ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണ് വെള്ളം കൂടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്റെ നല്ലൊരു ജീവിതം കൊണ്ട് ഈ സിനിമക്കാരെ വിജേഷ് പാണത്തൂർ, ഉണ്ണി വെള്ളോറ, അഭിലാഷ് പിള്ള, വിഷ്ണു, ഇവരെല്ലാം കൂടെ എന്റെ ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ. അവരിപ്പോ സുഖമായി ജീവിക്കുന്ന ഭാര്യയുടെ മക്കളെ കൂടി. ഞാനിന്ന് എനിക്ക് മരിക്കാൻ വേണ്ടിട്ട് ധൈര്യമില്ല.
പക്ഷെ മരിച്ചേ പറ്റൂ. അദ്ദേഹം എല്ലാവർക്കും മാപ്പ്. ഞാൻ കാരണം ഒരുപാട് ആൾ കൂടി നിർത്തിയിട്ടുണ്ട്. അവരോടല്ലോ നിങ്ങളൊരിക്കലും കുടിക്കരുത്, എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ്. കേട്ടല്ലോ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രണ്ടാമത് സംഭവിച്ച ഒരു ട്രാജഡിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് അറിയാൻ വയ്യാത്ത ഒരു ഫീൽഡിൽ നമ്മൾ ചെന്നുപെട്ട. ഒന്നാമത് സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകമാണ്. അതിനെക്കുറിച്ച് പലരും പലപ്പോഴും പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ സിനിമ അറിയാത്തൊരു വ്യക്തി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പോകരുത് എന്നുള്ളത്. നിങ്ങൾ ആ കാശ് കൊണ്ടുപോയി സിനിമ പിടിക്കാൻ വേണ്ടി മുടക്കുന്ന 2 കോടിയോ 3 കോടിയോ അല്ലെങ്കിൽ 5 കോടിയോ രൂപ ബാങ്കിൽ ഫിക്സഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാസം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം, അന്തസ്സായിട്ട് ജീവിക്കാം എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഒരു വിഷയത്തിൽ. കാര്യം ഇപ്പൊ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ അറിയാൻ വയ്യാത്ത 2 പേര് വന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നെന്നൊക്കെ പറഞ്ഞപ്പം അവരെ വിശ്വസിച്ചുകൊണ്ട് ഇത്രയും പൈസ മുടക്കിയത്, ഇത്രയും ലോസിലേക്ക് പോകാൻ കാരണമായത് എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് മാറ്റി നിർത്താം നമുക്ക്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല. ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉള്ളവര് ഒരുപാട് പേര്, അതിപ്പോ ഡയറക്ടർ ആയാലും മറ്റ് മേഖലകളിൽ, സിനിമയിൽ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുടെ ഇന്റർവ്യൂസ് കാണുമ്പം അതിനകത്ത് നമുക്കറിയാം ഭൂരിഭാഗം ഇറങ്ങുന്ന ഒരു 100 സിനിമ ഇറങ്ങിയാൽ അതിനകത്ത് എത്ര സിനിമകളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിജയിച്ച് പ്രൊഡ്യൂസറിന് തിരിച്ച് ഈ കാശ് കിട്ടുന്ന പടങ്ങൾ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ സിനിമ അറിയാത്തൊരു വ്യക്തി അതിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചതിയിൽ പെടാൻ ചാൻസ് ഉണ്ട്. അവരുടെ ജീവിതം തന്നെ മറിയാൻ. ഇദ്ദേഹത്തിന്റെ ജീവിതം കണ്ട ബിസിനസ് ലോസിലേക്ക് പോയി. അതിനോടൊപ്പം എന്തോ പറ്റി, അദ്ദേഹത്തിന് സിനിമ പിടിച്ചതിൽ നിന്ന് 7 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വഴിമുട്ടി ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അത്ര ഇമോഷണൽ ആയിട്ട് പുള്ളി ഇടുന്നത്. അപ്പം പലരും പറയുന്ന കാര്യമാണ് നിങ്ങൾ അറിയാൻ വയ്യാത്തൊരു സിനിമ പിടിക്കാൻ പോകല്ലേ എന്നുള്ളത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും അത് ആർക്കെങ്കിലും ഒന്ന് കുത്തകയാക്കി വെച്ചേക്കാനുള്ള മനോഭാവം കൊണ്ടായിരിക്കുന്നു. ഒരിക്കലും അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു മായിക ലോകമാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ രീതിയിൽ ഇറക്കണം. പഠിച്ചിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയോ പേരുടെ പടങ്ങൾ ഓടുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില നടന്മാരൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്കത് പല മേഖലകളിലൂടെ വിറ്റെടുക്കാനായിട്ടുള്ള വഴികൾ അറിയാം. അവർ അതിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടായിരിക്കാം അവരെ വലിയൊരു ലോസിലേക്ക് പോകാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് ഇതൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ പല ഇന്റർവ്യൂകളും കാണുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നുണ്ട് സിനിമ അറിയാത്തൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകല്ലേ എന്നുള്ളത്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കേസ് കേട്ട് എനിക്ക് അറിയാവുന്ന ഒരു കേസ് കേട്ടുണ്ടായിരുന്നു. അതായത് ഒരു പടം നല്ല രീതിയിൽ ഹിറ്റായി. പിന്നെ അദ്ദേഹം പിന്നീട് ഒരു പ്രൊഡക്ഷൻ കമ്പനി 4 പേര് ചേർന്ന് തുടങ്ങി. അത് പിന്നെ അവർ കുറച്ച് സിനിമകൾ എടുത്ത് അതെല്ലാം ലോസായി. അദ്ദേഹം വലിയൊരു കടക്കണിയിലേക്ക് പോയ ഒരവസ്ഥ. അത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കഥയാണ്. അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുതൽ പരിഗണിക്കുക. താങ്ക്